926 ഈ സംഘടന രൂപീകരിച്ചത് തന്നെയും അള്ളാന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ടാണ്. ആലോചിച്ചു നോക്കണം. അള്ളാന്റെ റസൂലാണത്രേ വിളിച്ചു പറഞ്ഞത്. 925 സമസ്ത ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോ റസൂല് അക്കൊല്ലം സമ്മതിച്ചില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു ഇത്രേ 25 വേണ്ട. 26 അള്ളാന്റെ റസൂല് സമ്മതം കൊടുത്തപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്രേ. തീർന്നില്ല. എന്നിട്ട് ആ സമസ്തയുടെ രൂപീകരണ യോഗത്തിലേക്ക് മുത്ത് റസൂല് കയറി വന്നു. എന്നിട്ട് സമസ്തയുടെ രൂപീകരണ യോഗം നടക്കുന്ന 1926 സമസ്തയുടെ ആ സദസ്സിലേക്ക് നബി വന്നിട്ട് അവിടെ ഏതോ ഒരു തുക്കട മൊയ്ലിയാര് ദുആ ചെയ്യുമ്പോ അള്ളാന്റെ റസൂല് ആമീൻ പറയാൻ അവിടെ ഉണ്ടായിരുന്നു അത്രേ എന്ന് ഉളുപ്പില്ലാതെ പ്രസംഗിക്കുന്ന മുസ്ലിയാക്കളെ, മുത്ത് മുസ്തഫയുടെ പേരിൽ കള്ളം പറയുമ്പോ മരിച്ചു പോകണമെന്ന് ഓർമ്മയില്ലേ? സമസ്തയുടെ മഹത്വം പറയാൻ വേണ്ടി അള്ളാന്റെ പേരിൽ കളവ്, റസൂലുള്ളാഹിയുടെ പേരിൽ കളവ്. എന്തിനാണ് ഈ കളവൊക്കെ പറയുന്നത്? നിങ്ങൾ നോക്കൂ, ഒരു മുസ്ലിയാര് ലജ്ജയില്ലാതെ സമസ്തയുടെ മദ്ഹ് പറയുന്ന 2-3 കൊച്ചു ക്ലിപ്പുകളുണ്ട്. അതൊക്കെ ഒന്ന് വരട്ടെ, ശേഷം ഞാൻ പറയാം. മനസ്സിലാക്കിയത് സമസ്ത ഉണ്ടാക്കാൻ സമ്മതം കൊടുത്തതും രൂപീകരണ യോഗത്തിൽ ദുആക്ക് ആമീൻ പറയുന്ന കൂട്ടത്തിലും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സമ്മതം തന്റെ അവിടെ നിൽക്കട്ടെ, മറന്നു പോകരുത്. എന്താ പറയുന്നത്? സമസ്തയുടെ രൂപീകരണത്തിന് സമ്മതം കൊടുത്തത് ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ. എന്നിട്ടോ ആ രൂപീകരണ യോഗത്തിൽ ഒരു മൗലിയാരല്ലേ പ്രാർത്ഥിക്കുണ്ടാവുക. മൗലിയാർ പ്രാർത്ഥിക്കുമ്പോ പാവ റസൂൽ ആമീൻ ആമീൻ പറയാ. എന്റെ പ്രാർത്ഥനക്ക് ആമീൻ പറയാം. മുത്ത് മുസ്തഫ അവിടെ വന്നിരുന്നു. അടുത്ത ഭാഗം കേൾക്ക്. സമ്മതം തന്റെ പേരക്കുട്ടിയാകുന്ന ഖുതുബുസ്സമാൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടാണ് സംഘടനക്ക് ഉണ്ടല്ലേ. വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് സമ്മതം കൊടുക്കാത്തത് കൊണ്ടാണ് 25 ഉണ്ടാക്കാൻ വിചാരിച്ചു തരുന്നു. 25 കേരള ജംഇയ്യത്തുൽ ഉലമയ ഉണ്ടാക്കിയത്. എന്നിട്ട് പിന്നെ വരെ അതിന്റെ തലക്കൽ ഒരു സമസ്താന് ചേർത്തിട്ട് 26 ഉണ്ടാക്കിയത്. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ പണ്ഡിത സംഘടന. അതവിടെ ആദ്യം ഉണ്ടായത്. പേര് പുത്തൻവാദിയിൽ നമ്മക്ക ആരാ പുതിയത് ആരാ പഴയത് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട്, ആ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ള പേരുണ്ടാക്കിയത്. അത് അള്ളാന്റെ റസൂല് ഓർഡർ കൊടുത്തിട്ട്, എന്നിട്ട് റസൂല് വേഗം അവിടെ പാഞ്ഞെത്തി വന്നിട്ട് ആമീൻ പിടിക്കാൻ ഇരിക്കുകയും ചെയ്തു എന്നാണ്. ഇനി ബാക്കി പറയട്ടെ. അയാള് സംഘടനയാണിത്. നിങ്ങൾക്ക് ഗൗരവം മനസ്സിലാകുന്നില്ലേ? അഷ്റഫുൽ ഖൽഖ് വേണ്ടാത്ത അഭിപ്രായം പറയുന്ന കണ്ടോ? അപ്പൊ അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സമസ്തയുടെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലുമൊക്കെ തുക്കട കാര്യത്തിന് അള്ളാന്റെ റസൂൽ ഇടപെടുവോ? അതാ ഞങ്ങളുടെ സമസ്ത. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്ര ഉളുപ്പില്ലാത്ത ഒരു വർഗം അള്ളാന്റെ റസൂലിന്റെ പേരിലാണ് ഈ കള്ളം പറയുന്നത്. അള്ളാന്റെ റസൂല് വന്നിട്ട് എല്ലാ അർത്ഥത്തിലും, അതിപ്പോ മർക്കസിന് തറക്കല്ലിടാൻ വേണ്ടിയിട്ട് ആളെ പറഞ്ഞു കൊടുത്തതൊക്കെ റസൂലാണെന്ന് മറ്റവന്മാരും വാദിക്കുന്നുണ്ട്. എല്ലാവരും